ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പള്ളിക്കര എന്ന ജംഗ്ഷനിൽ നിന്നും 600 മീറ്റർ മാത്രം മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന 4 ബെഡ്റൂം വീട് സ്ഥിതി ചെയ്യുന്നത്. 5.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം കൂടാതെ യൂട്ടിലിറ്റി ഏരിയ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റർ ദൂരം മാത്രമാണ് വരുന്നത്. കൂടാതെ കാക്കനാട് കളക്ടറേറ്റ് ജംഗ്ഷനിലേക്ക് 8 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് വരുന്ന ദൂരം 15 കിലോമീറ്ററുമാണ്. വീടിരിക്കുന്ന ലൊക്കേഷൻ വെച്ച് നോക്കിയാലും വാസ്തുപരമായി നോക്കിയാലും പാർക്കിംഗ് സ്പേസ്, അകത്തെ സൗകര്യവും പുറത്തെ സൗകര്യവും വർക്കിന്റെ ക്വാളിറ്റി അടക്കം എല്ലാം തികഞ്ഞൊരു വീട് തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 2 വാഹനങ്ങൾ ഒരേ സമയം കടന്നു പോകാവുന്ന രീതിയിലാണ് ഈ വീട്ടിലേക്കുള്ള വഴി നൽകിയിരിക്കുന്നത്. മറ്റു വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതോടുകൂടി തന്നെ ഇവിടെ കട്ട വിരിച്ച് ഭംഗിയാക്കുന്നതാണ്. നടന്നു കയറാവുന്ന ഒരു ഗേറ്റും കൂടാതെ ഒരു സ്ലൈഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിന്റെ മെയിൻ ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഒരു വലിയ SUV കാർ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. അത് കൂടാതെ തന്നെ മറ്റൊരു ഓപ്പൺ പാർക്കിംഗ് കൂടി ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ തന്നെയാണ് ബോർവെല്ലിന്റെ സ്ഥാനം വരുന്നതും. 3-4 ആളുകൾക്ക് വരെ സുഖമായിരിക്കാവുന്നത്ര വലിപ്പത്തിലാണ് വീടിന്റെ സിറ്റ് ഔട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നതും. അകത്തേക്ക് പ്രവേശിച്ചാൽ ആദ്യമായി നമ്മൾ കാണുന്നത് വിശാലമായൊരു ലിവിംഗ് സ്പേസ് ആണ്. വലിയൊരു കോർണർ സെറ്റ് സുഖമായി നമുക്കിവിടെ ഇടാവുന്നതാണ്. മൾട്ടിവുഡിൽ നല്ല മനോഹരമായി തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു നല്ല TV യൂണിറ്റും ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. 8 ആളുകളോളം ഇരിക്കാവുന്ന വലിയൊരു ഡൈനിങ് ടേബിൾ നമുക്കിവിടെ ഇടാവുന്നതാണ്. നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ഈ ഭാഗത്തേക്ക് നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നതും. പാനലിംഗ് വർക്കൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ ആഗ്രഹിക്കാത്തവർക്കും എന്നാൽ ഓപ്പൺ കിച്ചൺ ഇഷ്ടപ്പെടുന്നവർക്കും ഒന്നുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്നും യാതൊരുവിധ കോണ്ടാക്റ്റും വരാത്ത രീതിയിൽ നല്ല പ്രൈവസിയിൽ തന്നെയാണ് ഇവിടെ കിച്ചൺ കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് ഇവിടെ കിച്ചൺ കബോർഡിന് കളർ നൽകിയിരിക്കുന്നത്. കൃത്യമായി കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റവ് വെക്കാവുന്ന രീതിയിലാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തുമായി നിറയെ കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. കൂടാതെ കിച്ചണിനോട് തൊട്ട് ചേർന്ന് തന്നെ മറ്റൊരു സെക്കൻഡ് കിച്ചൺ കൂടി ബിൽഡർ നൽകിയിട്ടുണ്ട്. ഇവിടെയും ഒത്തിരി കബോർഡ് വർക്കുകളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 12 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബേ വിൻഡോയ്ക്ക് കൊടുത്തുകൊണ്ടുള്ള 4 പാളികളുള്ള ഒരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. കൂടാതെ ബെഡ്റൂമിന്റെ ഒരു ഭാഗത്തായി ഡ്രസ്സിംഗ് ടേബിളും ബിൽഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒട്ടും തന്നെ കൺജസ്റ്റഡ് ആവാത്ത രീതിയിൽ അത്യാവശ്യം സ്പേസ് കൊടുത്ത് തന്നെയാണ് ബാത്റൂം എല്ലാം നിർമ്മിച്ചിരിക്കുന്നതും. നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 11 അടിയോളം നീളം വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ 3 പാളികളുള്ള ഒരു വലിയ വാർഡ്രോബും നമുക്കിവിടെ കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നതും. വീടിന്റെ താഴത്തെ നിലയിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റെയർവേ കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യമായി കാണുന്നത് ഈ വീടിന്റെ വിശാലമായൊരു അപ്പർ ലിവിംഗ് ഏരിയ ആണ്. നല്ല മനോഹരമായൊരു സീലിംഗ് വർക്കൊക്കെ കൊടുത്ത് വളരെ ഭംഗിയോടെ തന്നെയാണ് ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിലും ഒരു TV യൂണിറ്റ് ബിൽഡർ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടു നോക്കാം. 12 അടി നീളവും 11 അടി വീതിയുമായിട്ട് വലിയൊരു റൂമായി തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ആവശ്യക്കാർക്ക് ഇതൊരു ബെഡ്റൂമാക്കി ആഡ് ചെയ്തെടുക്കാവുന്നതാണ്. അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലെന്ന് മാത്രം. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഒരു കോർണറിലായി നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 14 അടിയോളം നീളത്തിൽ വളരെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ 4 പാളികളുള്ള ഒരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി ഇവിടെ ഒരു വർക്ക് സ്പേസ് കൂടി ബിൽഡർ കൊടുത്തിട്ടുണ്ട്. ബാൽക്കണി കൂടി നൽകിക്കൊണ്ടാണ് ഈ ബെഡ്റൂം പൂർത്തീകരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. നമുക്കിനി ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂം ഒന്ന് കണ്ടുനോക്കാം. ഏകദേശം 12 അടിയോളം നീളത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് തൊട്ട് ചേർന്നതിന് ഒരു ബേ വിൻഡോയും ബിൽഡർ നൽകിയിട്ടുണ്ട്. 4ാമത്തെ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. കിച്ചണും ബെഡ്റൂമും ബാത്റൂമും ലിവിംഗ് ഏരിയയും എല്ലാം തന്നെ നല്ലപോലെ തന്നെ സ്പേസ് കൊടുത്ത് ഒട്ടും തന്നെ കൺജസ്റ്റഡ് ആവാത്ത രീതിയിലാണ് ഇവിടെ ബിൽഡർ നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണിയും നമുക്കിവിടെ കാണാം. അല്പം ഭാഗം കവേർഡാക്കിയും ബാക്കി ഓപ്പൺ ആക്കിയും നിർമ്മിച്ചാണ് ബാൽക്കണി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിലുകളൊക്കെ നിർമ്മിച്ച് സേഫ്റ്റിയോടെ തന്നെയാണ് ഈ വീടിന്റെ ബാൽക്കണി നിർമ്മിച്ചിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 5.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 99 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് നേരിൽ കാണാനായോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായോ നിങ്ങൾക്ക് ഞങ്ങളുമായി ഉടൻ തന്നെ ബന്ധപ്പെടാവുന്നതാണ്.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.